ഹലോ ഫ്രണ്ട്സ്, വാട്ട് ടു ഡു ആഫ്റ്റർ MBBS. ഓക്കെ, എല്ലാ സ്റ്റുഡൻസും പഠിച്ചുകൊണ്ടിരിക്കുന്നവരായാലും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ MBBS കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോർമലി ഒരു കൺസൾട്ട് ചെയ്യുക, ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു PGയിൽ സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ട് അതിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യലൈസേഷനിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഒട്ടുമിക്ക ആൾക്കാരും ചിന്തിക്കല്. ആക്ച്വലി MBBS കഴിഞ്ഞതിന് ശേഷം ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫീൽഡിലോട്ടാണ് നമ്മൾ കടന്നു പോകുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ സ്പോർട്സിൽ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോർട്സ് മെഡിസിനിൽ PG ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഫുട്ബോൾ ടീമിൽ, ക്രിക്കറ്റ് ടീമുകൾ, ബാസ്കറ്റ് ബോൾ ടീമുകൾ, ഇവയുടെ കൂടെയൊക്കെ നിങ്ങൾക്ക് സ്പോർട്സ് ഡോക്ടറായിട്ട് പോകാൻ പറ്റുന്നതാണ്. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പബ്ലിക് ഹെൽത്തിലോ അല്ലെങ്കിൽ സോഷ്യൽ സർവീസിലോ മാസ്റ്റേഴ്സ് ചെയ്യുകയാണെങ്കിൽ UN അതുപോലെ തന്നെ WHO കൂടെയൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ടോട്ടൽ വില്ലേജിനെ കുറിച്ചുള്ള റീസർച്ച് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഉണ്ട്. ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പബ്ലിക് ഹെൽത്തിൽ തന്നെയാണ് മാസ്റ്റേഴ്സ് ചെയ്യാനുള്ളത്. ഒരു ടോട്ടൽ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റ്, അവിടെ വരുന്ന ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ, അതുപോലത്തെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റുകളുടെ സപ്ലൈ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ MBBS കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു ഫീൽഡ് തന്നെയാണ് MBBS.